സാഹചര്യത്തിൽ ഞാൻ തോറ്റ ടീമായ ഡയാനയുടെ, അതായത് മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സിനെ വേണമെങ്കിൽ വന്നു ഗെയിം കളിക്കണമെങ്കിൽ കളിക്കാടാ. അല്ല എലീന, വളരെ കഷ്ടമുണ്ട് കേട്ടോ. എന്തിനാണ് എപ്പോഴും തോറ്റ ടീം എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങനെ ഒരുമാതിരി തോറ്റുണ്ട്. ഇല്ല, സമ്മതിച്ചു, എന്റെ ടീമിൽ ഞാൻ ഇച്ചിരി വീക്ക് ആയിരുന്നു. പക്ഷെ എന്നാലും ഐ ട്രൈഡ്. ഞാൻ ബാറ്റ് ചെയ്തു, ബൗൾ ചെയ്തു, ഞാൻ റിഹേഴ്സൽ എടുത്തു, ഞാൻ പ്രാക്ടീസ് എടുത്തു. അല്ല, ഞാൻ അത്രയും ചെയ്തില്ലേ? ഇവിടെ അതൊക്കെ ചെയ്യാത്ത എത്ര പേരുണ്ട്? നമ്മളെല്ലാരും ചെയ്തു. അല്ല, എന്നെ മാത്രം അങ്ങനെ കുറ്റം പറയുന്ന എനിക്ക് എത്രയ്ക്ക് ബോധിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, അഖിലേട്ടൻ കളിച്ചില്ലല്ലോ, ബാറ്റും ചെയ്തില്ല, ബൗളും ചെയ്തില്ല. അഖിലേട്ടൻ ഇവിടെ എനിക്ക് കിട്ടണ്ടേ? എന്റെ കൂടെ ഉള്ളവരെ മൊത്തം വാരി പറക്കിട്ട് അടിക്കല്ലേ. ചേട്ടൻ എന്താ വേണ്ടേ? ശരിക്കാ, ഞാൻ ബാറ്റിംഗ് ചെയ്യും, ബൗളിംഗ് ചെയ്യും. എന്നാ എനിക്ക് ഫീൽഡിംഗ് കണ്ടില്ലായിരുന്നോ? എലീന, അഖിലേട്ടന് ഈ ഡയലോഗ് മാത്രമേ ഉള്ളൂ, മാത്രമേ ഉള്ളൂ. ഞാൻ ചലഞ്ച് ചെയ്യാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി ബാറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബൗൾ ചെയ്യണം. ചെയ്യോ? ഒരു പെൺകുട്ടിയുടെ ചലഞ്ച് ഞാൻ ശിരസ വഹിക്കുന്നു. കൗണ്ടർ സ്ട്രൈക്സിന്റെ അഭിമാനമായ അഖിൽ കവലിയൂർ. അതാ നിങ്ങൾ ഒരുപാട് കളിയാക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ കൗണ്ടർ കിങ്സിന്റെ ഏറ്റവും കരുത്തുറ്റ ഒരു കളിക്കാരൻ കാഴ്ചവെക്കാൻ പറ്റില്ല. കാരണം അതിനു മുമ്പ് രണ്ടുപേരും ഇറങ്ങി, പിന്നെ എനിക്ക് ബാറ്റോ ബോളോ കിട്ടില്ല. ക്യാപ്റ്റനായ എലീന പടിക്കൽ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഇതാ എന്റെ യുദ്ധത്തിന്റെ വാൾ. ആരെ വേണം നമുക്ക്? ബോളി ആരെ വേണം? ഞാൻ പറഞ്ഞോട്ടെ, ഈ ഫൺ സ്റ്റാർസ് എന്തായാലും കപ്പെടുത്തു. ഫൺ സ്റ്റാർസിന്റെ ഒരു അംഗമായി എനിക്ക് കളിക്കാൻ പറ്റി. അതുകൊണ്ടാണ് അവർ കപ്പെടുത്തത്. അതെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ആ ക്ഷീണം തീർക്കാനായിട്ട് ഞാൻ ഇറങ്ങട്ടെ ബോൾ ചെയ്യാൻ, ചേട്ടന്മാരെ? പോയി വരും. അഖിലേട്ടൻ കുറെ സിക്സർ അടിച്ചത് തന്നെ. ഞങ്ങൾ കുറച്ചും കൂടി ഇച്ചിരി വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു പ്രതീക്ഷിച്ചത്. തോമസിനൊക്കെ പല ആൾക്കാരെ ഇറക്കായിരുന്നു, പക്ഷെ സാരില്ല. തോമസ് ചേട്ടാ, നിങ്ങൾ ഇത് കാണുക. എനിക്ക് ആക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ. മൈതാനത്തിന്റെ രാജകുമാരൻ കണ്ണ് ചിമ്മ്. ഒന്ന് വന്ന് നിക്കോ, ബോൾ പിടിക്കാൻ. വീണ്ടും വന്നാ ബാറ്റിംഗിലേക്ക്. അത് എന്റെ മൈ മിസ്റ്റേക്ക്. ഒറ്റ വാട വിട്ടോളൂ. അടുത്ത ബോൾ വിക്കറ്റ് പോണുണ്ടോ? ഉറക്കം പറഞ്ഞ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ. ബോൾ തുറക്കുവാണേ. ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷു. കാണാൻ വയ്യ വന്ന്. അതൊരു കാര്യം, ആർട്ടിൽ ആരെങ്കിലും ഒരു 4 തെങ്ങ് 3 റബ്ബറും കൊണ്ടുപോയി പുള്ളിക്ക് റബ്ബർ തോട്ടത്തിൽ കളിച്ചാണ് ശീലം. കാണാൻ പറ്റാത്തത്. അല്ലല്ല, ബോൾ കാണാൻ പറ്റില്ല. ഒരു ഗ്രീൻ ഫീൽഡ് കളിക്കുന്ന അപ്പോൾ നേരെ അറിയണം. ലാസ്റ്റ് ബോളാണ്. ഇതിലെങ്കിലും അടിച്ചില്ലെങ്കിൽ പരിപാടി നിർത്തിക്കോട്ടെ. ഒരു മിനിറ്റ്, ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ആവേശം കുറവാണ്. ആവേശം കൊടുക്കുന്നു. അതാ ഫീൽഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഒരടിയിൽ 2 ബോൾ. അത് കൗണ്ടർ കിങ്സിന് മാത്രമേ സാധിക്കുള്ളൂ. അതാ അടുത്ത ബോൾ എറിയാൻ പോവുകയാണ്. ശരി, ഒരു കാര്യം ചെയ്യാം. ഞങ്ങളുടെ ടീമിന്റെ ഫൺ സ്റ്റാർസിന്റെ മുത്തായ തോമസിനെ ഇറക്കുന്നു. ഹലോ തോമസ്, തീർത്തേക്ക്. എവിടെയെങ്കിലും ഒരു 2 ബോൾ തോമസേട്ടാ ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി കേട്ടോ. ഓക്കെ, അതാ തോമസിന്റെ ബോളുകൾ, ചീറിപ്പാഞ്ഞു വരുന്ന ബോളുകൾ. ഇവിടെ എത്തിയിട്ട് 1.5 ആഴ്ചയായി അവിടെ കിടന്ന് കാണിക്കാൻ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ആദ്യത്തെ ബോൾ ഞാൻ കണ്ടില്ല, അടുത്ത ബോൾ നീ കാണൂല. ഇത് കറക്റ്റാ ചെയ്തില്ല, നിങ്ങൾ ഇവിടെ കാണൂല. സച്ചിൻ തെണ്ടുൽക്കറുടെ കൂടെ കളിച്ചിട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞത്. ഒരു രക്ഷയില്ലാത്ത കളിയാ, നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയതാ. ഓടിക്കാണേ, റൺ എടുക്കാം. സാധനം ഷൂട്ട് ക്യാമറ സാധനം കിട്ടട്ടെ. ആക്ഷൻ കണ്ടോ?
അയ്യേ ഓട്, 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 ഓട്. ഇതൊക്കെ എന്ത് ആ സാധനം കണ്ട എടാ. ആ സാധനം കണ്ട ഏത് ഈ സാധനം കണ്ടത് ആ, നല്ല സാധനം വരുന്നു വൈകുന്നേരം അടിക്കാം അച്ഛനാ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. പതുക്കെ എറിഞ്ഞു പോ. പോ, പോ, പോ. ഔട്ട്, 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 ഔട്ട്. jump ചെയ്ത്, അഖിലേട്ടൻ കഴിഞ്ഞു. jump ചെയ്ത്. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ഇപ്പൊ മനസ്സിലായ ഗ്രൗണ്ടിൽ എന്തുകൊണ്ട് നമ്മൾ കളിക്കാൻ ഇറക്കി എന്നുള്ള കാര്യം മനസ്സിലായ അല്ല എനിക്ക് കുഴപ്പമില്ലല്ലോ. ആർക്കും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിരുന്നു അതിൽ ഇറക്കാത്ത തോറ്റ ടീം എന്ന് പറഞ്ഞാൽ ഇല്ലടാ. എന്നെ കളിയാക്കരുത്. ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയമാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി, കിട്ടിയല്ലോ. മനസ്സിലായി. അതുമല്ല എന്റെ ഇടേ ടീമിൽ ടർഫിലായിരുന്നേ കാണിച്ചില്ലായിരുന്നേ. കണ്ട്. അടുത്ത ടൂർണമെന്റിന് CMBL പുള്ളിയെ നമ്മൾ ലേലത്തിൽ വെക്കാം. അതാ ആരും എടുക്കും. അപ്പൊ ആരും എടുക്കൂല. ഏറ്റവും വലിയ കോമഡി എന്നറിയോ, നമ്മൾ എറിഞ്ഞു കൊടുത്ത ബോൾ ഉണ്ടല്ലോ, മറ്റേ കുഞ്ഞു പിള്ളേർക്ക് ഞെക്കി കളിക്കാനുള്ള ബോളാണ്. അതില് പോലും അടിക്കാൻ പറ്റുള്ള മനുഷ്യ. ഒരു സെക്കൻഡ്, ടെണ്ടുൽക്കർ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. താങ്കൾ കിടന്ന് അത് മെഴുകുന്നത്. വിടെ, അവനെ ഇവിടെ നിങ്ങളെന്താ കാണിച്ചത് പറ. അക്വസ്റ്റാർ പാത്തികളും ക്ലാമ്പുകളും Aquastar Rain Water Pipes. മറ്റെല്ലാം ചുമ്മാ.